ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് 75ാം പിറന്നാളാണ്. സാർ ആദ്യമായി നരേന്ദ്രമോദിയെ കുറിച്ച് കേൾക്കുന്നത് എപ്പോഴാണ്? എനിക്ക് തോന്നുന്നു ഞാനൊരു പ്രീ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ 98 ആ കാലഘട്ടത്തിൽ അദ്ദേഹം ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അന്ന് ആകാശവാണി ന്യൂസിലൊക്കെയാണ്. വിദേശം നമ്മളങ്ങനെ ശ്രദ്ധിച്ചില്ല. അത് കഴിഞ്ഞ് ഗുജറാത്ത് മുഖ്യമന്ത്രി ആയതിനു ശേഷമാണ് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അപ്പം ഈ രണ്ട് സമയത്ത് ഞാനതിനെ പ്രത്യേക ഗുജറാത്തിലെ മുഖ്യമന്ത്രിമാർ മാറി വരും, ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്തിട്ടില്ല. അത് ഗുജറാത്ത് കലാപം വന്നതോടുകൂടി ആണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. കാരണം അതുവരെ കലാപത്തിൽ ഒരു മുഖ്യമന്ത്രി ഇടപെട്ടതുപോലല്ല മോഡി ഇടപെട്ടത്. കാരണം കലാപത്തെ ഏതാണ്ട് പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളൊക്കെ. നമുക്ക് കിട്ടിയ പ്രസ്താവനകൾ, ഞാനത് ഹിന്ദു സൺലൈൻ ഇതൊക്കെയാണ് വായിക്കുന്നത്, പിന്നെ മനോരമ മാധ്യമം. അപ്പോൾ ഇന്ത്യയിലെ ലക്ഷണം, ജിന്നയ്ക്ക് ശേഷം ലക്ഷണം മൊത്തം നമ്പർ 1 വില്ലനായിട്ടാണ് ഞാൻ കണ്ടത്. അദ്ദേഹം കലാപം നടന്നപ്പോൾ ആക്ഷൻ ഉണ്ടെങ്കിൽ പ്രതിപ്രവർത്തനം ഉണ്ടാവും. ന്യൂട്ടൻ്റെ 3-ാം നിയമം പറയുന്നു. സോണിയാഗാന്ധിനെ പേരെടുത്ത് വിമർശിക്കുന്നു. പിന്നെ ഇയാളെ പർവേഷ് മുഷറഫിനെ മിയാ മുഷറഫ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുസ്ലിംസിനെ പറ്റി നമ്മൾ 5 നമുക്ക് 50 എന്ന രീതിയിൽ സംസാരിക്കുന്നു. അങ്ങനെ ഒരു ലക്ഷണമൊത്ത ഫാസിസ്റ്റ്. അന്ന് ഞാൻ വളരെ സ്റ്റുഡൻറ് പൊളിറ്റിക്സ് വളരെ ആക്റ്റീവാണ്. ഈ ഫാസിസത്തെ പറ്റിയൊക്കെ നന്നായി ഇപ്പം ഹിറ്റ്ലറിൻ്റെ കാലഘട്ടത്തിൽ ഈ ജൂതന്മാരോട് കാണിച്ച കാര്യങ്ങളെ പറ്റിയൊക്കെ വായിക്കുകയും പഠിക്കുകയും അത്ര സിനിമകളൊക്കെ കണ്ടൊക്കെ നിൽക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ എനിക്ക് മോഡി വെറുപ്പായിരുന്നു. വെച്ചാൽ ആകെ സമയം തൊട്ടിട്ട് ഗുജറാത്ത് കലാപം എന്ന് വെച്ചാൽ ഏറ്റവും ലൈവായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു കലാപമാണ്. അപ്പോൾ അവിടെ നിന്ന് അട്രോസിറ്റീസ്, അത് എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ഹർട്ട് ചെയ്തിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കുട്ടികളോട് കാണിച്ചു, സ്ത്രീകളോട് കാണിച്ചതായിട്ടുള്ള കാര്യങ്ങൾ. അത് ഞാൻ ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ള ഒരു റിപ്പോർട്ട് എന്ന് വെച്ചാൽ അതാണ് ഇത്രയും എനിക്ക് വെറുപ്പുണ്ടായി. അല്ലെ, ആർഎസ്എസ്സുകാർ നല്ല ബന്ധം പണ്ടേയുള്ള ആളായ കുട്ടികളെ പെട്രോൾ കുടിപ്പിച്ചിട്ട് തീ വെച്ച് കൊന്നു. അവരിങ്ങനെ പൊട്ടിത്തെറിക്കുന്ന കണ്ട് ചിരിച്ചു. കള്ള് കുടിച്ച് വന്ന് കുട്ടികളെ നിരക്ക് ഇങ്ങനെ നിരനിരായി നിർത്തിയിട്ട് വെടിവെച്ചു. സ്ത്രീകളെ റേപ്പ് ചെയ്തതിനു ശേഷം, അതും 5 വയസ്സ് തൊട്ട് 70-80 വയസ്സുള്ള സ്ത്രീകളെ റേപ്പ് ചെയ്തതിനു ശേഷം അവരുടെ ഉറ്റയുടെ മുന്നിൽ വെച്ച് ഭീകരമായിട്ട് കഷ്ണമായി വെട്ടിയത്. അതുപോലെ ആളുകളെ കൊന്ന് പീസാക്കി മീനുകൾ കിട്ടുകൊടുത്തു. അതുകൊണ്ട് ഡെഡ് ബോഡീസ് കിട്ടിയില്ല. പിന്നെ ഈ ഗർഭിണിയുടെ വയറ് കയറി, അങ്ങനെയുള്ള ന്യൂസ് ഇതൊക്കെ വരുന്നത് വേറെ ഈ തേജസ്സോ എന്തോ എന്നാണ് ഞാൻ വിശ്വസിക്കില്ല. ഹിന്ദുവിലൊക്കെയാണ് വന്നത്. ഇതൊക്കെ കേട്ടപ്പോൾ നമ്മൾ ഹിന്ദുവിൻ്റെ കയ്യിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഹിന്ദുക്കളുടെ അതിശക്തരും ക്രൂരന്മാരായിട്ടുള്ള രാജാക്കന്മാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്താണ് ഇവിടെ നമ്മുടെ ആന്ധ്രാപ്രദേശിലെ നമ്മളൊക്കെ പഠിച്ചൊരു രാജാവുണ്ട്, പേര് മുഹമ്മദ്, വിജയനഗര സാമ്രാജ്യത്തിൽ. അദ്ദേഹമൊക്കെ ഒരു ഘട്ടം ഒരു സ്റ്റേജിൽ അദ്ദേഹം ഭയങ്കര ക്രൂരനായിരുന്നു. പക്ഷെ ഇത്രയും നമ്മൾ പ്രതീക്ഷിച്ചില്ല. അപ്പം അതുകൊണ്ട് എനിക്ക് ഭയങ്കര വെറുതെ മോഡി ഒന്ന് കേൾക്കുമ്പോൾ എനിക്ക് വന്നു വരികയാണ്. ഏതെങ്കിലും ചർച്ചയിൽ രാഹുൽ ഈശ്വർ കടന്ന ഏതെങ്കിലും ചർച്ചയിൽ മോഡിയെ പറ്റി, മോഡി പിന്നെ കഴിഞ്ഞ് ഷിഫ്റ്റ് ചെയ്തിട്ട് ഒരു വികസന നായകനായി മാറും. അപ്പോൾ രാഹുൽ ഈശ്വറൊക്കെ ഏതെങ്കിലും പൊതു ചർച്ചയിൽ മോഡിയുടെ പേര് പറയും, ഞാനവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ ജോൺ ബ്രിട്ടാസൊക്കെ എണീറ്റ് ചോദിക്കും, ആരാണ് മോഡിയെ പറ്റി പറഞ്ഞത്? അത് കഴിഞ്ഞ് ഞാൻ ചാനൽ ചർച്ചയൊക്കെ സജീവമായത് 2014 എൻ്റെ ഒരു മോഡിയുടെ പ്രധാനമന്ത്രി കഴിയുമ്പോൾ എൻ്റെ ഒരു ചാനൽ ചർച്ച കഴിയുമെന്ന് പറഞ്ഞത് 2014. അപ്പോൾ ഞാൻ മോഡിയെ പറ്റി ഒരു പുസ്തകം എഴുതി ആ സമയത്ത്. അത് ഡാറ്റ വെച്ചുകൊണ്ടാണ്. ഗുജറാത്തിലെ വികസനവാദി പറഞ്ഞ കാര്യമായിട്ടൊന്നും ഇല്ല എന്ന് തെളിയിക്കുന്ന ഒരു പുസ്തകമായിരുന്നു. ഇത് ഡാറ്റ. സന്ദർശിച്ചിരുന്നു ഗുജറാത്ത്? ഇല്ല, ഗുജറാത്ത് സന്ദർശിച്ചില്ല. എനിക്ക് ഡാറ്റ കിട്ടുമായിരുന്നു. അവിടെയുള്ള ഹെൽത്ത് മിനിസ്ട്രി മറ്റും ഡാറ്റ കിട്ടുമായിരുന്നു. പക്ഷേ ഇതൊക്കെ എഴുതുമ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് വെച്ചാൽ, ആ പുസ്തകത്തിന് ആത്മനാശത്തിൻ്റെ ഗുജറാത്ത് മോഡൽ. അദ്ദേഹം ഒരു ഏബിളായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്ററാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ 5% വളർച്ചാ നിരക്ക് സോഷ്യൽ ഇൻഡൈസസിൽ സാമൂഹ്യ രംഗത്ത് നേടിയിട്ടുണ്ട്. ഇത് രണ്ടും ഞാൻ അതിൻ്റെ കൺക്ലൂഷൻ എടുത്തു പോകും. ഈ 2014 കുറിച്ച് വന്നപ്പോഴാണ്, ഈ 2014 ഈ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുമെന്ന് വിശ്വസിച്ചിരുന്നു. കാരണം പലരും ആ സമയങ്ങളിൽ പറഞ്ഞിട്ടില്ല, ഈ പലരും എതിർപ്പായിരുന്നു, അങ്ങനെ മോദി പ്രധാനമന്ത്രി ആകില്ലെന്നായിരുന്നു സർവേകൾ പുറത്തു വരുമ്പോൾ പോലും പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത്. അല്ല, 2013 മോഡി പ്രധാനമന്ത്രി സ്ഥാനത്ത് BJP പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഞാനതിൻ്റെ മുമ്പ് വരെ മോഡി പ്രധാനമന്ത്രി ആവുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം ആ സമയത്ത് 90s തൊട്ടുള്ള ഒരു BJPയുടെ RSSൻ്റെ കൃത്യമായ മുഖമായിരുന്നു മോഡി. സുഷമ സ്വരാജ് ആയിരുന്നു വേറൊരാൾ. അവർ പക്ഷേ അത്രത്തോളം പ്രോമിനൻ്റ് ആയിരുന്നില്ല, അത് മാസ് അപ്പീൽ ഉണ്ടായിരുന്നില്ല. പിന്നെ വേറൊരാൾ
ഇവരൊക്കെ അപ്പോൾ ഉള്ള ആൾ വലിയ മാനിപ്പുലേറ്ററൊക്കെ ആയിരുന്നു പ്രമോദ് മോഹൻ. അദ്ദേഹം കൊല ചെയ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ മോഡി ഇമ്മീഡിയറ്റ് വരില്ല, ചിലപ്പോൾ അരുൺജെറ്റ്ലിയൊക്കെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് മോഡി വരുമെന്നാണ് ഞാൻ കരുതിയത്. അങ്ങനെയൊക്കെയാണ് ഞാൻ നടൻ മുരളി ഗോപിന് ഒരിക്കലും ഇന്റർവ്യൂ ചെയ്യാൻ പോയി. അപ്പം ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും മുരളി ഗോപി വന്നു എന്നോട് ചോദിച്ചു ആരാ അധികാരത്തിൽ വരുമോ. അപ്പം ഞാൻ പറഞ്ഞു UPA ഭൂരിപക്ഷം ഇല്ലാതെ അധികാരം നിലനിർത്താനാണ് സാധ്യത. ഇങ്ങനെ എന്നോട് അങ്ങനെയല്ല, BJP ഒറ്റയ്ക്ക് അധികാരത്തിൽ വരും, 300 സീറ്റും കിട്ടും. അന്നേ പ്രവചിച്ചു. ഞാൻ മുരളി ഗോപിക്ക് എന്തോ ഒരു സംഭവം ഉണ്ടായ, അതുകൊണ്ടാണ് ഞാൻ മുരളി ഗോപിനെ അധികം വിമർശിക്കാറുള്ളൂ, ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം മുരളി എന്നിട്ട് പറഞ്ഞയാണ്. അപ്പം ഞാൻ ചോദിച്ചു എങ്ങനെ, അപ്പം എന്നോടാണ് ഇങ്ങനെ ഇത്രയും കാലം ദേവന്മാരെ ആളുകൾ പരീക്ഷിച്ചു, അവർ പരാജയപ്പെട്ടു, ഇനി അസുരൻ അവസരം കൊടുക്കും, ദേവാസുരമാണ്, അതുപോലെ തന്നെ സംഭവിച്ചു. പിന്നെ അത് CPIയുടെ വലിയ അതാവ്. പിന്നെ ഞാനത് പേര് പറഞ്ഞ അദ്ദേഹത്തിന് വിജയിച്ചിരിപ്പില്ല, ഞാനതിൻ്റെ കൂടെ ക്ലോസ് ആയിരുന്നു. അദ്ദേഹത്തിന് നാണക്കേടാവണ്ട, നാണക്കേടാവേണ്ട ആവശ്യമൊന്നുമില്ല, അദ്ദേഹം സത്യസന്ധമാണ്. ഞാനന്ന് മോഡിയെ പറ്റി ഇങ്ങനെ എഴുതുന്നുണ്ട്, എന്നോട് പറഞ്ഞു കാര്യങ്ങളൊക്കെ ശരിയാണ്, ഇതൊക്കെ ശരിയാണ്, പക്ഷേ ഹീസ് അൺസ്റ്റോപ്പബിൾ, പിടിച്ചു നിർത്താൻ പറ്റില്ല. ഈ 2 സംഭവങ്ങളാണ്. അതിനുശേഷം ഞാൻ മോഡിക്കെതിരെയുള്ള ഫൈറ്റ് പ്രധാനമന്ത്രി ഞാൻ ആദ്യ ഘട്ടത്തിലൊക്കെ തുടർന്നു. പക്ഷേ പിന്നെ ഈ നോട്ട് നിരോധനം കൊണ്ടുവന്ന് ഇയാളൊരു വട്ടനാണ് എന്ന് എനിക്ക് തോന്നുകയും ചെയ്തിരുന്നു. കാരണം ഒരു ഇക്കോണമി ഇങ്ങനെ ഗ്രോ ചെയ്യുമ്പോൾ എന്തിനും സർക്കുലേറ്റ് കള്ളപ്പണത്തിൻ്റെ ഒരു പ്രസൻസ് ഉണ്ടാവും എപ്പോഴും. അതൊരു ഘട്ടത്തിലെത്തിയ ശേഷം നമുക്ക് നിർത്താൻ പറ്റുള്ളൂ. പക്ഷെ നോട്ട് നിരോധനം കൊണ്ടുവന്ന് പിന്നെയാണ് ഞാൻ മനസ്സിലായി, നോട്ട് നിരോധനം ബേസിക്കലി ഇടതുപക്ഷ സാധനമാണ്. കമ്മ്യൂണിസ്റ്റ് അധികാരത്തിൽ വന്ന സ്ഥലത്താണ് ചെയ്തത്. അധികവും ഇത്തരം രാഷ്ട്രീയമായിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവന്നത്. ഉത്തരേന്ത്യയിലൊക്കെ തന്നെ അത് ജനങ്ങൾക്ക് അത് വലിയ ഇഷ്ടപ്പെടുകയും ചെയ്തു. പൈസക്കാർക്കല്ലേ നഷ്ടം വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഉത്തരേന്ത്യയിലെ ജനങ്ങളെല്ലാം ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിന് വോട്ട് ചെയ്യുന്ന പോലെ മോഡിക്ക് വോട്ട് ചെയ്തു. അങ്ങനെയാണ് യോഗി ആദിത്യനാഥൊക്കെ അധികാരത്തിലെത്തുന്നത്. അവർ വർഗീയതോണ്ട് മാത്രമല്ല. പിന്നെ ഇയാൾ അന്നേ ജൻധൻ സ്കീമൊക്കെ മോഡി ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. അന്ന് ഓപ്പൺ ആയ അവസ്ഥ ഞാൻ പിന്നെ അന്നും ശരിയെന്നോന്ന് ഞാൻ ചെയ്യും. അങ്ങനെ പിന്നെയാണ് ഈ പറഞ്ഞ പുൽവാമക്ക് ഇതുണ്ടാകുന്ന സമയത്ത് നമ്മളൊക്കെ അന്ന് എല്ലാ സമയത്തും ആഗ്രഹിച്ചാണ് ഇന്ത്യയിൽ ഇവന്മാർക്ക് കളിച്ചാൽ തിരിച്ച് അതേ നാണയത്തിൽ തിരിച്ചടിക്കണം. അതിൻ്റെ മുമ്പേ ബർമയിൽ അടുത്ത ഹോട്ട് പെർസ്യൂട്ട്, എൻ്റെ ഉള്ളിൽ ഒരു പട്ടാളക്കാരനും പോലീസുകാരനും ഉണ്ട്. എനിക്ക് ഈ 2 ആക്ഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അതിനുശേഷമാണ് പല കേസുകളുടെയും മുമ്പ് ഇയാളെ മോഡിയെ വെക്കാൻ കാരണമായ പല കേസുകളുടെയും വിധി വന്നു. ഇതിലെല്ലാം മോഡിനെ കുറ്റവിമുക്തനായി. നമുക്ക് എതിർപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ കോടതി വിധി അംഗീകരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് പ്രധാനം. രണ്ടാമത്തെ കാര്യം അതിൻ്റെ മറ്റ് വശങ്ങൾ കൂടി പുറത്ത് ഇവർ BJPക്കാർ ചില കൗണ്ടർ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഈ സെക്യുലർ ഫോഴ്സിലുള്ള ആളുകൾക്ക് കൃത്യമായിട്ടുള്ള തെളിവുകളൊന്നും കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല ചിലതിനൊന്നും. അപ്പം അതോടുകൂടി എന്നെ മാത്രമല്ല പിന്നെ ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ നമ്മളെ കൂടെ നമ്മളൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന എല്ലാ നേതാക്കന്മാരുടെ കയ്യിൽ ചോരയുണ്ട്. ഒരു ഘട്ടത്തിൽ വളരെ അവർക്ക് ചോര ആവശ്യമായിരുന്നു. അതിനുശേഷമാണ് അവർ നമ്മളെ നേതാക്കന്മാരായത്. അപ്പോൾ അത് മോഡിയെ മാത്രം നമ്മൾ ഇതിനെ ഒറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. പിന്നെ പ്രധാനമന്ത്രി ആയതിനു ശേഷം മോഡി ഈ പറയുന്ന പോലെ മുസ്ലിം വേണ്ട നടത്തിയതായിട്ടും എനിക്ക് തോന്നിയിട്ടില്ല. മാത്രമല്ല അദ്ദേഹം കൊണ്ടുവന്ന ചില കാര്യങ്ങൾ മുസ്ലിം സമൂഹം മറ്റുള്ളവർ ചെയ്യാൻ പഠിക്കുന്ന കാര്യങ്ങളാണ്. അതായത് ഈ മുത്തലാഖ് വിഷയത്തിൽ ഇപ്പോൾ ആണുങ്ങൾക്ക് ഒരു പേടി വന്നിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസമൊക്കെ ഉള്ളതുകൊണ്ട് ആളുകൾ അത് ചെയ്യുന്നത്. ഉത്തരേന്ത്യയിലൊക്കെ വേറെ SMS ഒക്കെ അയച്ച് ഡിവോഴ്സ് ചെയ്യായിരുന്നു. അതൊക്കെ മുസ്ലിം സ്ത്രീകൾക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. അത് പിന്നെ ഈ കാശ്മീരിൻ്റെ 370-ാം പദവി എടുത്തു മാറ്റി വളരെ നന്നായി. കാരണം അത് നമ്മുടെ രാജ്യത്തിന് വേറൊരു രാജ്യമല്ലാത്ത രാജ്യമായി നിൽക്കുന്ന ഒരു രാജ്യമായിരുന്നു. പിന്നെ അതിനുശേഷം ഈ ഭീകരവാദ സ്വഭാവമുള്ള എന്നാൽ വെറുതെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനകൾക്ക് ഇങ്ങനെ നടത്തിയിട്ടുള്ള അവരുടെ പിന്നെ നടപടികൾ അത് എല്ലാവരും ഇങ്ങനെ അവരെ നിരോധിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ കൂടെ അവരെ സഹായിക്കും. അപ്പോൾ അതില്ല. അതൊക്കെ രാജ്യത്ത് പൊതുവെ ഗുണകരമായിട്ടുണ്ട്. പിന്നെ അന്താരാഷ്ട്ര രംഗത്ത് നടത്തിയ ഇടപെടലുകൾ പൊതുവെ രാജ്യത്തിന് സ്റ്റാച്ചർ ഉയർത്തിപ്പിടിക്കാൻ പറ്റി. പിന്നീട് മോദിക്കെതിരെയുള്ള വിമർശനമാണ് ഒരു ഫാസിസ്റ്റ് രീതി. അപ്പം അങ്ങനെയാണ് ആരാ ഫാസിസ്റ്റ് അല്ല. ഫാസിസം എന്താണ്? എതിരാശയങ്ങളെ ആയുധം ഉപയോഗിച്ചു പിന്നീട് രാഷ്ട്രത്തിൻ്റെ വിവിധ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും ബ്രൂട്ടലായിട്ട് അടിച്ചമർത്തുക. മോഡി അങ്ങനെ മുസ്ലിങ്ങളെ അടിച്ചമർത്തിയിട്ടുണ്ട്. മോഡി BJPയുടെ ചില പോളിസീസ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് വളരെ കാലമായി ഇപ്പോൾ പൗരത്വ നിയമം പെൻഡിങ് ആയി കിടന്നൊരു കാര്യമാണ്. ബംഗ്ലാദേശിലും പാകിസ്ഥാനും പിടിക്കപ്പെടുന്ന ഹിന്ദുക്കൾക്ക് നമ്മളിവിടെ സിറ്റിസൺഷിപ്പ് കൊടുക്കണ്ടേ? പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു കമ്മ്യൂണൽ സാധനം കയറി വന്നെന്താണെന്ന് വെച്ചാൽ ഭരണഘടനയെ മുസ്ലിങ്ങൾക്ക് കൊടുത്തില്ല. ഈ രാജ്യങ്ങളിൽ നിന്ന് മുസ്ലിങ്ങൾക്ക് പൗരത്വം കൊടുക്കാൻ പറ്റില്ല. അതിൻ്റെ കൂടെ തന്നെ ഈ സിറ്റിസൺഷിപ്പ് രജിസ്ട്രേഷൻ കൊണ്ടുവന്നപ്പോൾ ആസാമിൽ ഒരു പ്രത്യേക സമയം വെച്ചിട്ട് അതിനുശേഷമുള്ള മുസ്ലിങ്ങളാണെങ്കിൽ അവർക്ക് ഡാറ്റ കാണിക്കണം. ഡാറ്റ കാണിച്ചില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? പൗരന്മാരല്ലാത്തൊരവസ്ഥ ഉണ്ട്. അതൊരു പ്രോബ്ലമാണ് അത്. പക്ഷെ ദേശീയ തലത്തിൽ നടപ്പിലാക്കുമ്പോൾ
അത് ആ രീതിയിൽ നടപ്പിലാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ മോദിയുടെ വിജയ രഹസ്യം എന്താണ് സാറ് കണ്ടിട്ടുള്ളത് ചോദിച്ചു? മോഡിയുടെ വിജയരഹസ്യം ബേസിക്കലി മോഡി മറ്റു താല്പര്യങ്ങളില്ല എന്നുള്ള സെൽഫ്ലെസ് ആണ്. അങ്ങനെ 2 താല്പര്യങ്ങളാണ്, ഒന്ന് ഹിന്ദു, 2 ഇന്ത്യ. അതാണ് അങ്ങനെ, മറ്റു താല്പര്യങ്ങളില്ല. താല്പര്യമില്ലാത്തതാണ് വിജയം. പിന്നെ ആരെന്ത് പറയുന്നത് മൂപ്പര് ഗവനിക്കില്ല, ശരിയെന്നൊന്നും മൂപ്പര് ചെയ്യും. അതാണ് മോഡിയുടെ വിജയം. അതുകൊണ്ടാണ് പണ്ട് മോഡി പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് ഞങ്ങളുടെ നാട്ടിൽ RSS എഴുതി വെച്ചൊരു ബോർഡുണ്ട്, വിമർശകരെ പോലും ആരാധകനാക്കുന്ന നേതാവ്. അന്നത് കാണുമ്പോൾ എനിക്ക് ചിരി വരുമായിരുന്നു, പക്ഷെ സത്യം. അപ്പോൾ പിന്നെ ഇപ്പം മോഡീനെ അന്ന് നമ്മളെ ഇടയിലൊക്കെ കൂടുതൽ വെറുപ്പിച്ചിരുന്ന BJP വേണ്ടി ചാനൽ ചർച്ചയിൽ വന്നിരുന്ന ചില ആളുകളാണ്. ആരും ഇപ്പം കാണുന്നില്ല. ഈ പറഞ്ഞ് ആരും പഠിക്കുകയില്ല, ഇങ്ങനെ മോഡി എന്ന് വന്നുകൊണ്ടിരിക്കും. പല പറയുന്ന കള്ളമായിരിക്കും. പലത്തെ പയ്യന്മാരൊക്കെ ഉള്ള അവർ ഫാക്ച്വലി സംസാരിക്കുന്നു. അങ്ങനെ അതർവൈസ് ഈ കാലഘട്ടം നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരു നേതാവാണ്. പിന്നെ അല്ല, അതാണ് മറ്റൊരു കാര്യം. ഈ നരേന്ദ്രമോദിയേക്കാൾ പ്രായത്തിൽ കുറവായ ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി. പക്ഷെ യുവാക്കൾക്ക് ഇഷ്ടം നരേന്ദ്രമോദിയാണ്. ഇതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വളരെ ഇന്നത്തെ ഇന്ത്യക്ക് പറ്റിയ നേതാവല്ല, ഒരു പക്ഷെ നാളത്തെ ഇന്ത്യക്ക് പറ്റിയ നേതാവാണ്. ഇപ്പം ജെൻസി പിള്ളേർക്കൊക്കെ പറ്റിയ നേതാവാണ്. ഇന്നത്തെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ സീനിയേഴ്സ്, ഞാനൊക്കെ അവിടെ ജൂനിയേഴ്സാണ്. നമ്മുടെ ഏതാണ്ട് എന്താ പറയുക, മുകേഷിൻ്റെയൊക്കെ ആ രീതിയിലുള്ള ആളുകളാണ്. മുകേഷ്, ജയറാം, സുരേഷ് ഗോപി. അവർക്കും അവരെ തൊട്ട് താഴെ നമ്മളെപ്പോലുള്ള ആളുകൾക്കും ഇഷ്ടപ്പെടുന്ന, എന്നാൽ ജെൻസിയെ കൂടി അട്രാക്ട് ചെയ്യാൻ ശേഷിയുള്ള നേതാവാണ്. രാഹുൽ ഗാന്ധി ജെൻസിയെ മാത്രമേ അട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. നാളെ രാഹുൽ ഗാന്ധിക്ക് സ്പേസ് ഉണ്ടാവും, പക്ഷെ അത് എപ്പോഴെന്ന് പറയാൻ പറ്റില്ല. അപ്പോഴേക്കും BJP പുതിയ നേതാക്കന്മാർ വരും. പ്രതിസന്ധി തന്നെ രാഹുൽ. മോഡിക്ക് വേറെ താല്പര്യങ്ങളില്ലാത്തതാണ് മോഡിയുടെ. പിന്നെ ചെയ്യാൻ കുറച്ച് കാര്യങ്ങൾ മോഡി ചെയ്യും. ആരെന്ത് പറയുന്നത് മൂപ്പര് നോക്കില്ല. പിന്നെ ഒരു മുസ്ലിം വിരോധം ഉണ്ട് എന്നൊക്കെ ആദ്യമൊക്കെ എനിക്ക് തോന്നി, ഇപ്പം അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ആ സമയത്ത് കൺസോൾട്ടേറ്റ് ചെയ്യാൻ മോഡി അന്ന് ആ സമയത്ത് ഗുജറാത്ത് കലാപത്ത് ആ രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവും. അതുപോലെ ഇവിടെ വേറെ പലതും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ കൂടുതലൊന്നും പറയുന്നത്. എല്ലാ സൗജന്യവും നിങ്ങൾ റാങ്ക് ചെയ്യാൻ പറഞ്ഞാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, വാജ്പേയി, നരസിംഹറാവു, മോഡി. അതിൽ ഇതെല്ലാം ഇന്നത്തെ സമയത്ത് ഇവരുടെ എല്ലാം കൊണ്ടുവന്ന കാര്യങ്ങൾ അതിൽ ഏറ്റവും നല്ല രീതിയിൽ മോഡി ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് മോഡിയെ ഏറ്റവും പ്രസക്തമാക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.